കോൺഗ്രസിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ് സന്ദീപ് വാര്യരുടെ വരവെന്ന് മന്ത്രി എം.ബി. രാജേഷ്. സന്ദീപ് വാര്യർ അന്തകവിത്താണ്. സന്ദീപിനെ ചുമന്ന് കോൺഗ്രസ് കുറച്ചുകൂടി നടക്കണം. ഇന്നലെ വേണ്ടത്ര എല്ലായിടത്തും എത്തിച്ചില്ല. കഴിയാവുന്നത്ര ഇടങ്ങളിൽ കൊണ്ടുപോകണം. പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പരിതപിച്ച സമയത്ത് എ.കെ. ബാലനെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്നും എം.ബി. രാജേഷ് പറഞ്ഞു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നതിനെ താൻ എതിർത്തുവെന്ന കാര്യം വെളിപ്പെടുത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സന്ദീപിന്റെ വരവിനെ എതിർത്തതെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഒന്നാമത്തേത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതിനാണ്. രണ്ട്, ഗാന്ധിവധത്തെക്കുറിച്ച് പറഞ്ഞതിനുമാണ്. അല്ലാതെ സന്ദീപ് വാര്യരുമായി തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. താൻ സന്ദീപ് വാര്യരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ മുരളീധരൻ നാളെ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും ജോർജ് കുര്യനും വന്നാലും താൻ സ്വീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പാണക്കാട് വീട്ടിലെത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടിയടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു. കൊടപ്പനക്കൽ തറവാട്ടിൽ തനിക്ക് വലിയൊരു കസേരയാണ് കിട്ടിയതെന്നും ഇരിക്കുന്ന കസേരയുടെ മഹാത്മ്യം അറിയാതെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ തനിക്കെതിരെ ആരോപണങ്ങൾ തുടരുന്നതെന്നും സന്ദീപ് പറഞ്ഞു. CPIM-നെയും ബി.ജെ.പിയെയും കടന്നാക്രമിച്ച് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ തന്നെ കൊല്ലാൻ CPIM-ഉം ബി.ജെ.പിയും ചേർന്ന് ഇന്നോവ അയച്ചേക്കുമെന്ന് പറഞ്ഞു. CPIM ബി.ജെ.പി. സംയുക്ത ഇന്നോവ തന്നെ കൊല്ലാനായി അയക്കുമോ എന്ന് ഭയപ്പെടുകയാണെന്ന് സന്ദീപ് പറഞ്ഞു. ആ ഇന്നോവ ഓടിക്കുന്നത് മന്ത്രി എം.ബി. രാജേഷ് ആണെങ്കിൽ കൊട്ടേഷനുമായി വരുന്നത് ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രനായിരിക്കും. ഞാൻ ഇരിക്കുന്ന കസേരയുടെ മഹത്വം സുരേന്ദ്രൻ അറിയില്ല. കൊടപ്പനക്കൽ തറവാട്ടിൽ ലഭിച്ച കസേരയെ ഞാൻ വലുതായി കാണുന്നുവെന്നും സന്ദീപ് പറഞ്ഞു. കേരളത്തിൽ ഭീഷണിയേറ്റി കുറുവാ സംഘം. മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവാ സംഘം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എറണാകുളം കുണ്ടന്നൂർ പാലത്തിന് താഴെ നിന്നും ഇന്നലെ പിടിയിലായ സന്തോഷ് കുറുവാ സംഘമാണെന്നും ഇയാളാണ് മണ്ണഞ്ചേരിയിൽ എത്തിയതെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു മാധ്യമങ്ങളെ അറിയിച്ചു. പ്രതിയുടെ നെഞ്ചിൽ പച്ച കുത്തിയതാണ് ആളെ തിരിച്ചറിയാൻ നിർണായകമായത്. പാലായിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നതും അന്വേഷിച്ചു. അങ്ങനെയാണ് സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ രഹസ്യമായി തെളിവെടുപ്പും നടത്തിയിരുന്നു. പോലീസ് പിടികൂടിയ തമിഴ്നാട് സ്വദേശി സന്തോഷ് ശെൽവൻ കുറുവാ സംഘത്തിൽപ്പെട്ടയാളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഒപ്പം പിടികൂടിയ മണികണ്ഠൻ മോഷ്ടാവാണെന്നതിന് തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇയാളുടെ പശ്ചാത്തലം പോലീസ് പരിശോധിക്കുകയാണ്. സന്തോഷിനെതിരെ തമിഴ്നാട്ടിൽ 18 കേസുകളുണ്ട്. കേരളത്തിൽ 8 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 3 മാസം ജയിലിലായിരുന്നു. കേരള പോലീസ് കൈമാറിയ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച തമിഴ്നാട് പോലീസാണ് സന്തോഷാണ് ആലപ്പുഴയിൽ മോഷണം നടത്തിയതെന്ന് ഉറപ്പാക്കിയത്. കോഴിക്കോട് ചോവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിൽ UDF ഇന്ന് നടത്തിയ ഹർത്താലിൽ അരങ്ങേറിയത് വൻ സംഘർഷം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താലുമായി സഹകരിക്കില്ലെന്നും തങ്ങളുടെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയെങ്കിലും സംഘർഷാവസ്ഥയെ തുടർന്ന് കടകൾ അടയ്ക്കുകയായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം 6 പേർ അറസ്റ്റിലായി. ജനങ്ങൾ ഹർത്താലുമായി സഹകരിച്ചെങ്കിലും CPIM അനുഭവമുള്ള പോലീസുകാരാണ് സംഘർഷമുണ്ടാക്കിയതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ബംഗാളി നടിയുടെ പരാതിയിലായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം. കുറ്റപത്രത്തിൽ രഞ്ജിത്ത് മാത്രമാണ് പ്രതി. 36 സാക്ഷികളുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കൊച്ചിയിൽ വിളിച്ചു വരുത്തിയ ശേഷം അപമര്യാദയായി പെരുമാറിയെന്നാണ് കേസ്. 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അന്തിമ റിപ്പോർട്ടിലുള്ളത്. സീപ്ലെയിൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി. സീപ്ലെയിൻ വിഷയം മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി സർക്കാർ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുന്നതുവരെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. CITU, AITU നേതാക്കളടക്കം പങ്കെടുത്ത യോഗത്തിലാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയത്. വയനാട് ദുരന്തത്തിൽ ധനസഹായം നിശ്ചയിക്കാനുള്ള ഉന്നതാധികാര സമിതി യോഗം ചേരാൻ ഇനിയും വൈകും. പുനരധിവാസത്തിനുള്ള സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ സംസ്ഥാനം ഇനിയും കൈമാറാത്ത സാഹചര്യത്തിലാണ് നടപടികൾ നീളുന്നത്. വയനാട്ടിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിലെ കാലതാമസം കോടതിയിലടക്കം സാങ്കേതിക തടസ്സമായി കേന്ദ്രം ഉന്നയിച്ചേക്കാം. ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വിലയിരുത്തി നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർ അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ പരിശുദ്ധി കൂടി കാത്തു സൂക്ഷിക്കണമെന്ന തന്ത്രി കണ്ഠര് രാജീവര്. പരിസ്ഥിതിക്കും ആചാരത്തിന് വിരുദ്ധമായ പല ഉൽപ്പന്നങ്ങളും ഇരുമുടിക്കെട്ടിൽ കരുതുന്നത് ഉപേക്ഷിക്കണമെന്ന് തന്ത്രി പറഞ്ഞു. മാളികപ്പുറത്തും ചില തെറ്റായ പ്രവണതകൾ തുടരുന്നത് ഭക്തർ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വൃശ്ചികം 1 ശബരിമല ദർശനം നടത്തിയത് 65,000-നടുത്ത് തീർത്ഥാടകരാണ്. വെർച്വൽ ക്യൂ വഴി 70,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ബുക്ക് ചെയ്ത എല്ലാവരും എത്തിയില്ല. വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗും അടക്കം 65,000-നടുത്ത് തീർത്ഥാടകർ ദർശനം നടത്തിയതായാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്.
ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് രാജിവെച്ചു. ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് രാജി. ആം ആദ്മി പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നതായി കൈലാഷ് ഗെഹ്ലോട്ട് AAP നാഷണൽ കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് അയച്ച കത്തിൽ ആരോപിച്ചു. പാർട്ടി അംഗത്വവും മന്ത്രിസ്ഥാനവും രാജിവെച്ച കൈലാഷ് ഗെഹ്ലോട്ട് BJPയിൽ ചേരുമെന്നാണ് പ്രചാരണം. ജിരിബാമിൽ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 6 പേരും കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് മണിപ്പൂരിൽ വീണ്ടും സ്ഥിതി സ്ഫോടനാത്മകമായി. 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ളവരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ജനക്കൂട്ടം മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെയും മറ്റു മന്ത്രിമാരുടെയും MLA-മാരുടെയും വീടുകൾ ആക്രമിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിൽ സ്ഫോടനശേഷി കുറഞ്ഞ ലൈറ്റ് ബോംബുകൾ പൊട്ടിത്തെറിച്ചു. സ്ഫോടനം നടക്കുമ്പോൾ നെതന്യാഹുവും കുടുംബവും വസതിയിൽ ഉണ്ടായിരുന്നില്ല. സ്ഫോടനശേഷി കുറഞ്ഞ ബോംബുകൾ വീടിന്റെ മുറ്റത്തായാണ് പതിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു. യുവേഫ നേഷൻ ലീഗിൽ കരുത്തരായ ജർമ്മനിക്കും നെതർലൻഡ്സിനും തകർപ്പൻ ജയം. ഗ്രൂപ്പ് റൗണ്ടിലെ 5ാം മത്സരത്തിൽ ജർമ്മനി ഏകപക്ഷീയമായ 7 ഗോളുകൾക്കാണ് ദുർബലരായ ബോസ്നിയ ഗെർസഗോവിനയെ തരിപ്പണമാക്കിയത്.